ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സന്തോഷം ഉള്ള ദിവസമാണെന്ന് എനിക്കറിയാം. ന്യായം പാലിച്ചവർക്കും അത്യാവശ്യം ന്യായത്തിനേക്കാൾ ഇച്ചിരി കൂടെയൊക്കെ ഒരു അത്യാഗ്രഹം കാണിച്ചവർക്കും ഇന്ന് കൈ നിറയെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും ധാരാളം മെസ്സേജുകളും എനിക്കിന്ന് വന്നു. ഓക്കെ, അപ്പം ഇത് ഒക്കെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുടെ ആ സന്തോഷം ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ ന്യായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഈ ന്യായത്തിൽ കുറഞ്ഞുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴെ പോയാലും മാർക്കറ്റ് വി ഷേപ്പ് റിക്കവറി നടത്താനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ വരച്ച് കാണിച്ച് ഇങ്ങനെ വരച്ച് കാണിച്ചു മാർക്കറ്റ് ഇങ്ങനെ വീണാലും ഇങ്ങനെ തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് നമുക്ക് ഈ ഒരു ട്രേഡ് ഇല്ലായിരുന്നു. ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് ഇത്രയും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിട്ട് മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്നപ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് വീഴും. പക്ഷെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ അതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷെങ്കിൽ രാവിലെ തന്നെ DAS ബൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് AMO ഒന്നും ആരും ഇടരുത് എന്ന് ഞാൻ പറയാനുള്ള കാര്യം അതാണ്. ഓക്കെ, അപ്പം പക്ഷെങ്കിൽ മാർക്കറ്റ് നേരെ താഴോട്ട് പോയി കൃത്യമായിട്ട് നമ്മുടെ ലെവൽ, നമ്മുടെ ട്രെൻഡ് ലൈൻ പല പ്രാവശ്യം നമ്മളിത് പണ്ട് വരച്ചിട്ടേക്കുന്നില്ല. ട്രെൻഡ് ലൈൻ ഇത് ഡേ ചാർട്ടിലെ ട്രെൻഡ് ലൈനാണ് ഇല്ലേ? ഡേ ചാർട്ടിലെ ട്രെൻഡ് ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് വീക്കിലി അനലിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സമയമില്ല, ഞാൻ വളരെ തിരക്കിലാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്ത് തിരക്കിലായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കാരണം സാധനങ്ങളെല്ലാം ഇവിടുന്ന് ഒഴിച്ചതിൻ്റെ ഭയങ്കര ഒരു മുഴക്കമായിരിക്കും ഈ സൗണ്ടിന്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഈ ആഴ്ചയും വരുന്ന ആഴ്ചയും എൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ഞാൻ ചെയ്യാതിരിക്കത്തില്ല. പക്ഷേങ്കിൽ വളരെ ചുരുക്കി മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. അടുത്ത ആഴ്ച ലേറ്റായിട്ട് ഇറങ്ങി വരും. ഒരു പക്ഷേ ഞങ്ങൾക്ക് പ്രീ മാർക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ഒന്ന് സഹകരിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ പറഞ്ഞു വന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് ഡൗൺ തന്നില്ലേ? 150-200 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന് നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ പണ്ട് നമ്മൾ വരച്ചിട്ടേക്കുന്നതാണ്. ഈ ട്രെൻഡ് ലൈൻ പല പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ട്രെൻഡ് ലൈനിൽ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഒരു വി ഷേപ്പ് റിക്കവറി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഏകദേശം 20 പോയിൻറ്റിനകലെ ഈ പോയിന്റ് എത്തില്ല. ഇവിടെ ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇല്ലേ? 20 പോയിൻറ്റ് 702 680 വരെ വന്നു. 680 വരെ മാർക്കറ്റ് വന്നു. ഓക്കെ, 680 നിന്ന് 702 വേണ്ടി 20 പോയിൻറ്റ് വ്യത്യാസമേ ഉള്ളായിരുന്നു. 20 പോയിൻറ്റ് അകലേക്ക് മാർക്കറ്റ് വീണ്ടും അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്തു. നമ്മളുടെ ഈ സപ്പോർട്ട് എടുത്തു. അവിടുന്ന് പിന്നെ ഒരു റിക്കവറി കാണിച്ചു. ഈ റിക്കവറി ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോയി കറക്റ്റ് 24,000 നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ 24,500 തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ 40 കാണിച്ചെങ്കിലും ഈ കറക്റ്റ് വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് ഈ ട്രെൻഡ് ലൈനാണ്. 24,000 കറക്റ്റ് 24,500 ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം 24,500 വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് ഇനി പോകും എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിച്ചു, ചേട്ടാ ഇതെങ്ങനെ ഇത്ര വി ഷേപ്പ് റിക്കവറി വരും എന്നൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നിങ്ങൾ മാർക്കറ്റിനെ നിരീക്ഷിക്കുക, ഗ്ലോബൽ ന്യൂസ്. നിങ്ങൾ മാർക്കറ്റിനെ നിരീക്ഷിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ന്യൂസുകൾ, നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ന്യൂസുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക. ആ ന്യൂസിനെ നിങ്ങൾ അവലോകനം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും മാർക്കറ്റിനെ പറ്റി. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടത്തില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് മാർക്കറ്റിനെ വീക്ഷിക്കുകയും ചുറ്റുമുള്ള ഗ്ലോബൽ ന്യൂസുകളും നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ നവഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് മാർക്കറ്റിന് ഒരു സ്ട്രക്ചർ പിടികിട്ടും. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കുക. പഠനമല്ലാതെ വേറെ യാതൊരു കാര്യമില്ല. പ്ലസ് പ്രൈസ് ആക്ഷൻ ഇന്നലെ ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. പ്രൈസ് ആക്ഷൻ അത് പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഇതിനകത്ത് വിജയിക്കാൻ പറ്റും. ഓപ്ഷൻ ബൈയിൽ വിജയിക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഈ വി ഷേപ്പ് ഇത് നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഈ ട്രെൻഡിൽ ഞാൻ പറഞ്ഞു എപ്പോഴും 10 ± 10 പോയിൻറ്റ്സ്
അല്ലെങ്കിൽ 15 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ലൈനിൽ നിന്നും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ലൈൻ മുട്ടാൻ വേണ്ടി നോക്കിയിരിക്കില്ല. ടാർഗറ്റ് ആയാലും സപ്പോർട്ടായാലും ഒരിക്കലും ലൈൻ മുട്ടാൻ വേണ്ടി നോക്കിയിരിക്കില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിവേ എന്തായാലും നമുക്ക് ട്രെൻഡ് ലൈനിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, റിജക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ ഇല്ലേ, ഒരു ഈ ലൈനൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ ട്രെൻഡ് ലൈൻ മാത്രം നോക്കിയാൽ മതി. ഈ ട്രെൻഡ് ലൈൻ എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക. എല്ലാവരും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു. ന്യായമായിട്ടോ 20-25 പോയിൻ്റൊക്കെ നല്ല ധാരാളം എല്ലാവർക്കും കിട്ടി. നല്ല രീതിയിൽ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കുനിഞ്ഞെങ്കിലും പിന്നെ അതുപോലെ തന്നെ നേരെ നിവർന്നു. ഓക്കെ, നല്ലൊരു ഒരു 10, 100, 150 പോയിൻറ്റിൻ്റെ ഒരു ക്യാപ്ചർ ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. എത്ര പോയിൻ്റ് എടുത്തുന്നുള്ളത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി പോലെ ഇരിക്കും. ഓക്കെ, അതിനുശേഷം അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. അപ്പം ഇവിടെയൊക്കെ ഇന്ന് എക്സ്പയറി ഡേ ആണ്. നമുക്ക് കൂടുതലും ലെവലുകളൊന്നും കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ എന്ന് ഞാൻ പലരോടും പറഞ്ഞു. ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ഡിക്ക് വന്നു പോയിട്ടുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ ന്യായം പ്ലസ് പ്രൈസ് ആക്ഷൻ ഇത് രണ്ടും പാലിച്ച് ട്രേഡ് ചെയ്തവർക്കൊക്കെ ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരല്ല എന്ന് കമൻറ്റ് ചെയ്യണം ദയവ് ചെയ്ത് പ്ലീസ്. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ഒരു 10-70 പേര് എല്ലാ ദിവസവും 70-75 പേര് കൃത്യമായിട്ട് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ പേര് അറിയാം. പക്ഷേങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം 2000 പേരോളമുണ്ട് അല്ലേ. 2000 പേരുണ്ടോ. നിങ്ങളെല്ലാവരും എനിക്കറിയാം എത്ര പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നും പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേങ്കിൽ ഇവർക്കൊന്നും ഒരു കമൻറ്റ് ചെയ്യാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വായിട്ട് അലച്ചെങ്കിൽ മാത്രമേ അവരൊരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രൂപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം 10 പൈസയുടെ പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതിൽ ചെയ്യേണ്ട ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റീച്ച് വരത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ സാധനം മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. എനിക്കറിയാം നിങ്ങൾ പലരോടും പറഞ്ഞ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. എനിക്കറിയാം, അതിനൊക്കെ നന്ദിയുണ്ട്. എങ്കിലും കഴിവതും നിങ്ങൾ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും 5 കാശിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം സമയമില്ലാത്ത സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ഡ്യൂട്ടിക്കിടയിലൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് തരുന്നത്. അപ്പം ആ ഒരു ആത്മാർത്ഥത മാത്രം നിങ്ങൾ കണ്ടാൽ മതി, വേറെ ഒന്നും കാണണ്ട. ഓക്കെ, എന്തായാലും ഇതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഗുണം മാത്രമല്ലേ ഉള്ളൂ, ദോഷമൊന്നും വരുന്നില്ലല്ലോ ഈ ചാനൽ കൊണ്ടോ അല്ലെ ഗ്രൂപ്പ് കൊണ്ടോ. ഓക്കെ, അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കുന്നത്? നാളെ നമുക്ക് ഒരു ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഇനി ഫർദറായിട്ട് താഴെ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഫർദറായിട്ട് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, 469 ഈ 469 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നമുക്ക് പിന്നെ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ പോകും. പിന്നെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യലാണ്. ഈ ലൈനൊന്നും വേണ്ട, ഈ ലൈൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യലാണ്. ഈ ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ 24,533 ഓക്കെ, ഇത് സസ്റ്റെയിൻ ചെയ്ത് ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം മാർക്കറ്റ് നല്ല രീതിയിൽ നല്ല ബുള്ളിഷ് സെറ്റപ്പോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. കുറേയധികം ന്യൂസുകളുണ്ട്, അതിനൊക്കെ വിശദമായിട്ട് നമുക്ക് വീക്കിലി അനാലിസിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ 2 കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇത് 24,469 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴും. ലെവലുകളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇല്ല മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. 24,534 എന്ന് പറയുന്ന ഈ ലൈനിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട്. കാരണം മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് 500 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നാളെ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ 534 സസ്റ്റെയിൻ ചെയ്തോ നോക്കുക. ഓക്കെ, ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് 469 സസ്റ്റെയിൻ ചെയ്തോ നോക്കുക. ഓക്കെ, ഈ 2 പോയിൻ്റാണ് നിങ്ങൾക്കുള്ളത്. ഇതിനെപ്പറ്റി വേറെ കൂടുതലൊന്നും പറയാനില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമുക്ക് വേറെ ഇതിനിടെ വരയ്ക്കാനുള്ള 534, 700 വേറെ പ്രത്യേകിച്ചൊന്നും വരയ്ക്കാനൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് 702 വേണം അഡ്ജസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 702 അഡ്ജസ്റ്റ് ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഒരു ഇടത്താവളം വരയുടെ വേണേൽ വരച്ചേക്കാം. ഇവിടെ ഒരു ഇടത്താവളം വര ചെറുതായിട്ടൊരു വരയുണ്ട്. അതായത് ഈ ഒരു പോയിൻ്റ് കിടന്നോട്ടെ. ഇത് ആ കളർ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഈ ഒരു പോയിൻ്റ് കൂടെ കിടന്നോട്ടെ കേട്ടോ.
ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് നാളെ നോക്കുക എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനുശേഷം അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ ലൈൻ ഏത് ലൈനാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ വഴിക്കൂടെ മാർക്കറ്റ് പോകും. ആ മാർക്കറ്റ് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോവുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ കറക്റ്റ് നമ്മൾ വരച്ച ലെവലിലൊക്കെയാണെന്ന് 820 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ ലെവലിൽ തന്നെയാണ് 820. ഇവിടെ ഈ ഓൾമോസ്റ്റ് നമ്മുടെ വര അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരകളെല്ലാം കൃത്യമായിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ റിജക്റ്റ് ചെയ്തു. നിഫ്റ്റിയിലെ കൂട്ട് തന്നെ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ശ്രദ്ധിക്കുന്നത്? ഇത് ബാങ്ക് എല്ലാം വളരെ ബെയറിഷാണ്. ബെയറിഷ് സെറ്റപ്പോടുകൂടിയാണ് ബാങ്കുകളെല്ലാം ഓടുന്നത്. നോക്കിക്കേ, HDFC, ഞാൻ പറഞ്ഞു HDFCയിൽ എന്തായാലും ഇനിയൊരു ഫർദർ ഡൗൺ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു വടയും ബോണ്ടയും ചായയൊക്കെ കൊടുത്ത ആൾക്കാരെ സന്തോഷിപ്പിച്ചു. വടയും ബോണ്ടയും ചായ എല്ലാവരും മേടിച്ച് കഴിച്ചു. ഇനി റെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക. അടുത്തത് നമ്മുടെ മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, 12,450. ഇന്നലത്തെ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ഒരു ഡൗൺ ക്രിയേറ്റ് ചെയ്തത് ആ പോയിന്റിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്ന് വരച്ചിട്ടേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ കിടന്നോട്ട് ഇനി ഇവിടുന്ന് റിവേഴ്സ് ഏതെങ്കിലും ഒരു റിവേഴ്സ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. അത് നിങ്ങൾ ചിന്തിച്ചോണം. മിഡ് ക്യാപ്പാണ് ആദ്യം പറക്കാൻ പോകുന്നത്. കാരണം മിഡ് ക്യാപ്പിൽ വലിയ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. BSE മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം. ബാക്കി എല്ലാവരും ഈ നമ്മുടെ താരിഫ് ബാധിക്കാത്ത സ്റ്റോക്കുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. കാരണം കോഫോർജ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, പിന്നെ HDFC, AMC, മാക്സ് ഹെൽത്ത് ഇവയൊക്കെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊന്നും വലുതായിട്ട് താരിഫ് ബാധിക്കുന്നില്ല. പക്ഷേ മറ്റേ അവിടെ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇതും ഇങ്ങനെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിൽക്കുന്നത്. എങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈവൻ മിഡ് ക്യാപ്പ് ആയിരിക്കും പറക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.